അർജന്റീനയോട് എനിക്ക് വലിയ ഹോപ്പില്ല. സ്പെയിനാണ് ഏറ്റവും വലിയ മുൻതൂക്കം. അർജന്റീന ഭാഗ്യം കൊണ്ട് ജയിച്ചു പോവാണ്. 3-2 അർജന്റീന വിജയിക്കും. സ്പെയിനെ ഞങ്ങൾ തകർക്കും. ലോക ഫുട്ബോളിന്റെ അവസാന പോരാട്ടത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു വശത്ത് അർജന്റീന, മറുവശത്ത് സ്പെയിൻ. ആര് കപ്പുയർത്തും? നമുക്ക് ആരാധകരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ലോകകപ്പ് ഫൈനലിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? അർജന്റീന ഫാൻസാണ് ഞാൻ. അതുകൊണ്ട് ലോകകപ്പ് വിന്നറായിട്ട് അർജന്റീന തന്നെ 3-2 അർജന്റീന വിജയിക്കും. സ്പെയിനെ തകർത്ത് അർജന്റീന മുന്നോട്ട് വരും. അർജന്റീനയുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വളരെ മോശമായിരിക്കും, പക്ഷെ അവർ കയറി വരും. ഓരോ സ്റ്റെപ്പ് കഴിയുന്നവരും അർജന്റീനയുടെ മുഖം മാറും. ഫൈനലിൽ യാതൊരു സംശയവും വേണ്ട, സ്പെയിനെ അവർ തോൽപ്പിക്കും, വേൾഡ് കപ്പ് അടിക്കും, ഒരു സംശയം വേണ്ട. അർജന്റീന ഫൈനലെത്തിയാൽ സ്പെയിനാണ് ഞങ്ങൾ കാണുന്നത്. സ്പെയിനാണ് ഏറ്റവും വലിയ മുൻതൂക്കം. അർജന്റീന ഭാഗ്യം കൊണ്ട് ജയിച്ചു പോവാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കളി, അതായത് ബ്രസീൽ, പോർച്ചുഗൽ, എല്ലാവരും നല്ല കളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ പെട്ടെന്ന് ഇവർ ഔട്ടായി പോയി, പുറത്തു പോയി. അപ്പം എല്ലാവരും പെട്ടെന്ന് ഔട്ടായി പോയി. ഇവർ അർജന്റീന മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചുകൂടി നമുക്ക് കാണാൻ സ്പിറ്റ് ഉണ്ട്. ആരില്ലെങ്കിൽ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അർജന്റീന പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് കളി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഏതാ ഫാനായിട്ടാ? റൊണാൾഡോ. ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ള? അർജന്റീന ഫൈനലിൽ അവസരത്തിൽ അർജന്റീന ജയിക്കുന്ന നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത്. അർജന്റീന കളി വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് ഇത്രയും കളി കളിച്ചതില് അർജന്റീനനെ ചെറിയ ടീമുകൾ വെള്ളം കുടിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആദ്യത്തെ നോക്കൌട്ട് റൗണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ കളി കണ്ടപ്പോൾ ഈ കളി കളിച്ചാൽ അർജന്റീന ഒരിക്കലും ഫൈനലിൽ എത്തും എന്ന് നമുക്ക് പ്രവചിക്കാൻ അന്ന് പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല. അർജന്റീനയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് 2014 2018 ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അർജന്റീനയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഫുട്ബോൾ പാരമ്പര്യം തുടക്കം മോശമാണെങ്കിലും അവസാനം നന്നായിരിക്കും. ഞാൻ ബ്രസീൽ ഫാനാ. ബ്രസീൽ തോറ്റതിന് ശേഷം അർജന്റീനക്ക് ഏത് ഓപ്പോസിറ്റ് ടീമുള്ള ആ ടീം നമ്മള്. ബ്രസീൽ തോറ്റതിന് ശേഷം കളി കാണാറുണ്ട്. അർജന്റീന തോൽക്കുന്നവരെ നമ്മൾ കാണും. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ അർജന്റീന ഇപ്പോൾ ഫൈനലിൽ എത്തിയോണ്ട് ഇപ്പൊ സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഉള്ളിൽ നമുക്ക് അർജന്റീന ജയിക്കണം എന്നാണെങ്കിലും പക്ഷെ പ്രകടിപ്പിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പിന്നെ ഇനി ഏതായാലും ലാസ്റ്റ് വേൾഡ് കപ്പാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും പുറത്ത് കാണിക്കാത്ത രീതിയിൽ അർജന്റീന ജയിക്കട്ടെ എന്നാണ് ആഗ്രഹം. പക്ഷെ സ്പെയിൻ ജയിക്കട്ടെ എന്നാണ് പുറത്ത് കാണിക്കുക. ശരിയായിട്ടും ഗോൾഡൻ ബൂട്ട് ആര് നേടും? അതെങ്ങനെ പോലും മെസ്സിക്കുള്ളത് തന്നെയാണ്. ഫുട്ബോൾ നമ്മുടെ സ്വന്തം റൊണാൾഡോ. ഇപ്പം അർജന്റീന ഫൈനലിൽ എത്തിയല്ലോ. ഈ ഒരു അവസരത്തിൽ എന്താ പറയുക? അർജന്റീന ഫാൻ എത്തിയില്ല. സെക്കൻഡ് ഓപ്ഷൻ സ്പെയിൻ തന്നെയാണ്. അർജന്റീനയോട് എനിക്ക് വലിയ ഹോപ്പില്ല. ഞാനൊരു അർജന്റീന ഫാനാണ്. അപ്പം ഈ വേൾഡ് കപ്പിൽ അർജന്റീന ജയിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പെയിൻ ജയിക്കില്ല എന്ന് തന്നെയാണോ പറയുന്നത്? സ്പെയിനെ ഞങ്ങൾ തകർക്കും. മെസ്സി തന്നെ ജയിക്കും, കപ്പ് നേടും. യമാൽ കളിക്കുന്നില്ല എന്നുള്ളത് ഒരു റൂമർ കേട്ടു. ഓക്കെ ആണോ എന്നറിയില്ല. എന്തായാലും യമാൻ ഫാനും കൂടിയാണ്. അപ്പൊ സ്പെയിൻ ജയിക്കണം എന്നാണ് മനസ്സിൽ ആഗ്രഹം. മെസ്സി യുഗം അവസാനിച്ച് യമാൽ യുഗം വരും, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. മെസ്സിന്റെ കഴിയാറായിട്ടില്ല. മെസ്സി യുഗം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പം യമാൽ യുഗം വരുമോ? വരാൻ സാധ്യത വരട്ടെ. നല്ല അടുത്ത നമുക്കൊരു പുതിയ ഒരാളുകൾ കിട്ടുള്ളൂ. 3 ആളും പോവല്ലേ, എല്ലാവരും ഈ ലോകകപ്പിന് ശേഷം പിരിഞ്ഞു പോവല്ലേ. 4ാം റാങ്കുകാരായ ഇംഗ്ലണ്ടിനെ പൊട്ടിച്ചിട്ടാണ് ഇപ്പം അർജന്റീന ഫൈനലിൽ എത്തിയത്. ഒരുപാട് വിവാദങ്ങളും ഒക്കെ കേട്ടതിന് ശേഷമാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. പക്ഷെ ആ വിവാദങ്ങളെയൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ റെഫറി ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്നുള്ളതിനെയൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ ശരിയായിരുന്നു തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിവാദങ്ങളെ ഒരു പരിധി വരെ കെട്ടടങ്ങി എന്ന് പറയാം. അർജന്റീനയ്ക്കെതിരായിട്ട് വരുന്ന വിവാദങ്ങൾ അതൊക്കെ വെറുതെ പറയാം. അതിലും കാര്യമില്ല. കളിയൊക്കെ കറക്റ്റ് ആണ്. അതിൽ ഫൗള് കളിച്ചൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ അതൊന്നും കുഴപ്പമില്ല. വിവാദങ്ങളുടെ സെക്കൻഡ് കളിയിലൊന്നും തോന്നുന്നില്ല. പക്ഷെ ഫസ്റ്റ് കളിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഈജിപ്റ്റ് ആയിട്ടുള്ള കളിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇല്ല, അർജന്റീന വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത് സത്യാവസ്ഥ മനസ്സിലായി. അർജന്റീനൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ലെഫറി ശരിയായ കാര്യം തന്നെയാണ് ലെഫറി പറഞ്ഞത്. അതുകൊണ്ട് അർജന്റീന ഫാൻസ് ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്ന് പറയാം. അർജന്റീന കപ്പ് ഉയർത്തും തന്നെയാണ് പറയുന്നത്. അതെ, ഉറപ്പായി 100% അർജന്റീന കപ്പ് ഉയർത്തും.